ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പുളിവാളം. കാസർഗോഡുകാരുടെയും കണ്ണൂർക്കാരുടെയും ഒക്കെ ഒരു പുതിയാപ്ല സൽക്കാരത്തിൽപ്പെട്ട ഒരു വിഭവമാണ് ഈ പുളിവാളം. ഇത് നമുക്ക് റംസാൻ കാലത്തും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭവമാണ്. മട്ടൻ കറിയോടൊപ്പം ബീഫ് കറിയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു പുളിവാളമാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 250 ml ഒരു കപ്പിൽ പച്ചരി എടുത്ത് കുതിർത്തിയെടുത്ത് വെള്ളം വാർത്തിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും ഒരു 1/2 കപ്പ് ചോറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ മിക്സിയിൽ അടിച്ചെടുത്ത ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരൊറ്റ അടി മാത്രമേ അടിക്കാവൂ, അധികം അടിക്കരുത്. ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ടിന് ഇത്രയും തിക്നെസ് വേണം. കണ്ടോ, കൈ വെച്ച് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഒരു 2 സെക്കൻഡ് നേരം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വേണം ബീറ്റ് ചെയ്യാൻ. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഈ പുളിവാളം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈ മാവ് കൊണ്ട് തന്നെ ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്കൊരു 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ പുളിവാളത്തിൻ്റെ മോഡലിൽ നമുക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ആദ്യമൊന്നും ശരിയായിന്ന് വരില്ല, എന്നാലും പുളിയുടെ ഒരു മോഡലിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പുളിവാളം എന്നറിയപ്പെടുന്നത്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ നീളത്തിലൊക്കെ ഉണ്ടാക്കിയാൽ വളരെ രുചികരമായ ഒരു റെസിപ്പിയാണിത്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു ഇതൊന്ന് നല്ല മൊരിഞ്ഞ് വന്നാൽ മറ്റേ ഭാഗത്തേക്ക് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിലേക്കും മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ മോഡൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുളിയുടെ അതേ ഷേപ്പിൽ കിട്ടിയില്ലെങ്കിലും ഇതുപോലെ നീളത്തിലൊക്കെ ചിലതുണ്ടാവും. അത് നമുക്ക് കുഴപ്പമുള്ളതല്ല. ഇതുപോലെ ഇതിൻ്റെ ടേസ്റ്റാണ് അപാരം. ഇനി നമുക്കിത് ഒരു തവി വെച്ച് ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി ഒരു തവി എടുത്ത് അതിൽ മാവ് നിറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുകയാണ്. ഒരു വര ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമുക്ക് എല്ലാ പുളിവാളവും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഞാനൊരു തവി വെച്ചിട്ടുണ്ടാക്കി. ഇപ്പോൾ ഞാനിത് ഒരു സ്പൂൺ വെച്ചിട്ടാണ്. ഇങ്ങനെ 2-3 മോഡലിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാൻ കഴിയും ഈ പുളിവാളം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ മറ്റേ ഭാഗത്തേക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനും നിങ്ങൾ മറക്കല്ലേ. ഇതുപോലെ ഒരു മഞ്ഞ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റിയെടുക്കാം. വളരെ രുചിയുള്ള ഒരു പലഹാരമാണിത്. ഇത് ബീഫ് കറിയോടൊപ്പവും മട്ടൻ കറിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ റംസാനിന് പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസുകളെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓക്കേ, ബൈ ബൈ.